ഈഗോ ഉണ്ടോ ജീവിതത്തിൽ നമ്മളെ നാവും പെരുമാറ്റവും പ്രവർത്തികളും മനസ്സും മലിനായി തുടങ്ങും. ഈഗോ എന്നുള്ളതിൽ നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു ഉത്തരം പറയാൻ പറ്റും: അസൂയ. മറ്റൊരാൾക്ക് കിട്ടുന്ന സ്ഥാനം, അവന്റെ പ്രവർത്തനം, അവന്റെ ഇടപെടലുകൾ, അത് നമുക്കൊരിക്കലും ഈഗോ ഉണ്ടാക്കരുത്. ഞാനിപ്പം വിചാരിക്കുക, കേരള നദുവത്തുൽ മുജാഹിദീന്റെ പ്രസിഡന്റ് സ്ഥാനം എനിക്കൊന്നുടയിനോ? ഇല്ല, എനിക്ക് എന്നിട്ടൊരു കാര്യമില്ല, എന്നെ കൊണ്ടാകുകയല്ല. അങ്ങനെ ചിന്തിക്കണം. പടച്ചോനെ, എന്നെക്കാളും കഴിവുള്ള ഒരാളിലേക്ക് അള്ളാഹു അത് കൊണ്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ പടച്ചോൻ അതിലൊരു ലക്ഷ്യമുണ്ട്. ഞാൻ ഓനോട് ഈഗോ കാണിച്ചിട്ടും ഓനെ തകർക്കാനും നമ്മളുടെ ഒരു നിസ്സഹകരണം കൊണ്ട് എന്തെങ്കിലും ഒരു ഭാഗം കൈവിട്ടു പോയാ ഓരോരുത്തരും പടച്ചോനോട് ഉത്തരം പറയേണ്ടി വരും. അതൊരു നേതാവിനോട് മാത്രമല്ല, നമ്മളെ നിസ്സഹകരണം കൊണ്ട്, നമ്മളെ ഉത്തരവാദിത്ത ബോധമില്ലായ്മ കൊണ്ട്, നമ്മളുടെ കടമ നിറവേറ്റാത്തതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു കുറവ്, എന്തെങ്കിലും ഒരു പോരായ്മ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സർവരും അള്ളാന്റെ അടുത്ത് കുറ്റവാളികളായിരിക്കും. അതുകൊണ്ടാണ്